എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ സംസാരത്തില്, പെരുമാറ്റത്തില് അവിടെയെല്ലാം ചില രഹസ്യങ്ങള് ഒളിഞ്ഞിരിപ്പുണ്ട്. അവയൊന്ന് മനസ്സിലാക്കിയാൽ മതി നമ്മുടെ റിലേഷൻഷിപ്സ്, നമ്മുടെ ജീവിതം തന്നെ അടിമുടി മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ താക്കോലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളിങ്ങനെ ആരുടെയെങ്കിലും ഒപ്പം സാധാരണയായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യവുമില്ലാതെ പെട്ടെന്ന് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന്? അതുപോലെ തന്നെ വേറൊരു കാര്യം, ചില ആൾക്കാരോട് സംസാരിക്കാൻ നമുക്കൊരു മടിയാണ്, ചിലപ്പോൾ ഒരു പേടി പോലെ തോന്നും. പക്ഷെ വേറെ ചിലരോട് എന്ത് ഈസി ആയിട്ടാ നമ്മൾ സംസാരിക്കുന്നത്? എന്തായിരിക്കും നമ്മുടെ ഈ പെരുമാറ്റത്തിന് പിന്നിലെ ആ ഒരു രഹസ്യം? വെറുതെ തല പുകയ്ക്കണ്ട. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരാൻ സഹായിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ട്. അത് നമ്മുടെ ഈ കൺഫ്യൂഷനൊക്കെ ഒന്ന് ക്ലിയർ ആക്കി തരും. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ എറിക് ബേൺ ഡെവലപ്പ് ചെയ്ത ട്രാൻസാക്ഷണൽ അനാലിസിസ്, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ TA എന്നതിനെക്കുറിച്ചാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ താക്കോൽ. ഈ ടിഎയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ ട്രാൻസാക്ഷൻ എന്ന വാക്കാണ്. സംഭവം സിമ്പിളാണ്. ഞാനിപ്പോ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നു, നിങ്ങളതിന് മറുപടി തരുന്നു. ആ കൊടുക്കൽ വാങ്ങൽ, അതൊരു ട്രാൻസാക്ഷനാണ്. നമ്മൾ നടത്തുന്ന ഓരോ സംഭാഷണവും ഇതുപോലുള്ള ആയിരക്കണക്കിന് ട്രാൻസാക്ഷനുകൾ ചേർന്നതാണെന്ന് ഓർക്കണം. അപ്പോ ഇതിന്റെ ഒരു ഗുണമെന്താണെന്ന് വെച്ചാൽ, ഇതൊരു തരം സോഷ്യൽ സൈക്കോളജിയാണ്. അതായത് നമ്മൾ മറ്റുള്ളവരുമായി എങ്ങനെയാണ് പെരുമാറുന്നത്, സംസാരിക്കുന്നത് എന്നൊക്കെ നോക്കി നമ്മുടെ മനസ്സിനെപ്പറ്റി തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ശരി, ഇതൊക്കെ കൊള്ളാം. പക്ഷേ നമ്മൾ എന്തിനാ ഇത് പഠിക്കുന്നേ? പ്രധാനമായും 3 കാര്യങ്ങൾക്കാണ്. ഒന്നാമത്തേത്, നമ്മളെപ്പറ്റി തന്നെ ഒരു ക്ലിയർ ഐഡിയ കിട്ടാൻ. 2, നമ്മുടെ റിലേഷൻഷിപ്സ്, അത് വീട്ടിലായാലും ഓഫീസിലായാലും അതൊക്കെ നന്നായി കൊണ്ടുപോകാൻ. പിന്നെ മൂന്നാമത്തേത്, ഈ അനാവശ്യ വഴക്കും ബഹളവും ഒക്കെ ഒഴിവാക്കി സമാധാനപരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഈ തിയറിയൊക്കെ കേൾക്കാൻ കൊള്ളാം. പക്ഷേ ഇത് ശരിക്കും നമ്മുടെ ലൈഫിൽ നടക്കുമോ? നമുക്ക് നോക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു സിമ്പിൾ ഉദാഹരണം എടുത്തു നോക്കാം. അപ്പം മനസ്സിലാവും ഇത് എത്രമാത്രം പ്രാക്ടിക്കലാണെന്ന്. സീൻ ഇതാണ്. ഭർത്താവ് പതിവിലും കുറച്ചു വൈകി ഓഫീസിൽ നിന്ന് വീട്ടിലെത്തുന്നു. അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഭാര്യ വളരെ സാധാരണമായി ചോദിക്കുന്നു, എന്താണിത്ര വൈകിയത്? വളരെ നോർമലായ ഒരു ചോദ്യം അല്ലേ? എന്നാൽ ഈ ഒരൊറ്റ ചോദ്യത്തിന് എങ്ങനെയാകും മറുപടി? നമുക്ക് 3 സാധ്യതകൾ, 3 വ്യത്യസ്തമായ മറുപടികൾ ഒന്ന് നോക്കാം. ഒന്നാമത്തെ മറുപടി: എനിക്ക് കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു, അതാ വൈകിയത്. വളരെ ശാന്തം. ഒരു ഫാക്ട് പറയുന്നു, ഒരു അഡൾട്ട് വേറൊരു അഡൾട്ടിനോട് സംസാരിക്കുന്ന പോലെ. ഇനി രണ്ടാമത്തെ മറുപടി നോക്കാം. നിനക്കെപ്പോഴും എന്നെ സംശയ, വേറെ പണിയൊന്നുമില്ല നിനക്ക്. ഇവിടെ സംഭവം മാറി. ദേഷ്യം, ഡിഫെൻസ്, ആ ചോദ്യത്തെ ഒരു അറ്റാക്കായിട്ടാണ് കാണുന്നത്. ഇനി മൂന്നാമത്തെ മറുപടി. ഇത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റാണ്. അയ്യോ, വൈകിയതിന് വഴക്കു പറയല്ലേ, എനിക്ക് പേടിയാവുന്നു. ഇവിടെ കാണുന്നത് പേടിയാണ്. ഒരു കുട്ടി വഴക്ക് കേൾക്കാൻ പോകുന്ന പോലെ ഒരു ഫീൽ. ഇവിടെയാണ് നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരേ ആൾ, ഒരേ ചോദ്യം, ഒരേ സാഹചര്യം. എന്നിട്ടും എന്തുകൊണ്ടാണ് 3 മറുപടിയും 3 തരത്തിൽ വന്നത്? എന്താ ഇതിന് പിന്നിലുള്ള സൈക്കോളജി? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ട്രാൻസാക്ഷണൽ അനാലിസിസിന്റെ ഹൃദയം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ചില പ്രത്യേക അവസ്ഥകൾ, അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്, അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ മറുപടിയും വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള 3 വ്യത്യസ്ത ഭാവങ്ങളിൽ നിന്നാണ്. ഇതിനെയാണ് ഈഗോ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ നിമിഷവും ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾക്കുള്ള ഒരു ചെറിയ ടാസ്ക് ഇതാണ്. ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഒരു മൂന്നാമനായി നിന്ന് നിങ്ങളെ തന്നെ ഒന്ന് നോക്കിക്കാണുന്ന പോലെ. സംസാരിക്കുമ്പോൾ സ്വയം ചോദിക്കുക, ഞാൻ സംസാരിക്കുന്നത് ശാന്തമായിട്ടാണോ, അതോ ഒരു പേരന്റിനെ പോലെ കമാൻഡ് ചെയ്യുകയാണോ, വിമർശിക്കുകയാണോ? അതുമല്ലെങ്കിൽ ഒരു കുട്ടിയെപ്പോലെ പേടിച്ചോ വാശി പിടിച്ചോ ആണോ പെരുമാറുന്നത്? ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ മനസ്സിലാവും. എന്തായാലും അടുത്ത ഭാഗത്തില് നമ്മൾ ഈ ഈഗോ സ്റ്റേറ്റുകളിലെ ആദ്യത്തെ ആളായ നമ്മുടെ ഉള്ളിലെ പേരന്റിനെ പറ്റി വിശദമായിട്ട് സംസാരിക്കും. അതെങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നതെന്നും നോക്കാം. അപ്പോൾ അതുവരെ നിങ്ങളുടെ സംഭാഷണങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നന്ദി.